ലാലേട്ടനോടും ബിഗ് ബോസിനോടും അലറി വിളിച്ച ജാസ്മിൻ. ഗബ്രി അങ്ങനെ പുറത്തായിരിക്കുകയാണ്. കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സീക്രട്ട് റൂമിലൊന്നും അല്ല ഗബ്രിനെ കൊണ്ടുപോയിരിക്കുന്നത്. നേരിട്ട് ബിഗ് ബോസ് ഹൌസിന് പുറത്തേക്ക് ഗബ്രി വന്നിരിക്കുകയാണ്. ഗബ്രി പുറത്തേക്ക് എന്ന് പറയുമ്പോൾ തന്നെ അലറി വിളിച്ച് കരയുന്ന ജാസ്മിനെയാണ് കാണാൻ പറ്റുന്നത്. ജാസ്മിനും ഗബ്രിക്കും ആ വീട്ടിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടും ഉരുമിയും ഇരിക്കുന്നത് തന്നെയായിരുന്നു. എന്തായാലും ഏറ്റവും കൂടുതൽ കണ്ടന്റ് അവർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ലവ് സ്ട്രാറ്റജിയിലൂടെയായിരുന്നു. എന്തായാലും അത് പൊളിച്ച് കൈ കൊടുത്തിരിക്കുകയാണ്. പ്രേക്ഷകരുടെ ഒരു വിജയം തന്നെയാണ് ഇതെന്ന് തന്നെ പറയേണ്ടി വരും. പവർ റൂമിൽ നിന്നും ഗബ്രി പുറത്തു വരാൻ കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ. കഴിഞ്ഞ വീക്കിൽ എലിമിനേഷനുള്ളത് ഏറ്റവും കൂടുതൽ സ്ട്രോങ് പ്ലെയേഴ്സ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ ഗബ്രിക്ക് പറ്റിയില്ല. വീക്ക് പ്ലെയർ ആണെന്ന് എല്ലാവരും വിചാരിച്ച അൻസിബയ്ക്ക് ഇപ്പോൾ വോട്ട് കൂടിയിരിക്കുകയാണ്. എന്തായാലും ഗബ്രി ഔട്ട് ആവുമ്പോൾ അലറിക്കരയുന്ന ജാസ്മിനെയാണ് കാണാൻ പറ്റുന്നത്. നെഞ്ചത്തടിച്ച് പൊട്ടിക്കരയുന്നുണ്ട് ജാസ്മിൻ. ഇനി ജാസ്മിന്റെ ഗെയിം കംപ്ലീറ്റ് ആയിട്ട് മാറും. ഇനി എന്ത് കണ്ടന്റ് ആവും ജാസ്മിൻ പ്രേക്ഷകർക്ക് വേണ്ടി കൊടുക്കുന്നതെന്ന് കാണാം. തന്റെ ഭാഗത്ത് തെറ്റുള്ള കാര്യം ആര് പറഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യാത്ത, ക്ഷമ ചോദിക്കാത്ത ഒരു വ്യക്തിയാണ് ജാസ്മിൻ. ജാസ്മിനെ അവിടെ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഗബ്രി. ഇനി ഗബ്രിയുടെ സപ്പോർട്ട് ജാസ്മിൻ ഇല്ല. ഗബ്രി ഔട്ടായതിനു ശേഷം കുറച്ച് സിമ്പതി വോട്ട് പിടിച്ചു പറ്റാൻ ജാസ്മിൻ ശ്രമിക്കും. അതിനുശേഷം ജാസ്മിൻ വീണ്ടും കളി തുടങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പുറത്ത് വൃത്തികേടായ പേര് മാറ്റിയെടുക്കാൻ പരമാവധി ജാസ്മിൻ ഇനി ശ്രമിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. ജാസ്മിന്റെ ഭാഗം മാത്രം വെച്ച് വെളുപ്പിച്ച് എല്ലാ പ്രേക്ഷകരെയും മണ്ടന്മാരാക്കാനായിട്ട് ജാസ്മിൻ ഉറപ്പായിട്ടും കളിക്കും. ഇനിയുള്ള ജാസ്മിന്റെ ഗെയിം കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ.